ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വേറെ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാർത്തെടുക്കാം. അത് ഞാൻ അരി വേവിക്കാനുള്ള 2 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതേ വെള്ളം ഒന്ന് ചൂടായി വരുന്നു. ആ സമയത്ത് ഞാൻ ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ ഉപ്പിടുക കേട്ടോ. പിന്നെ ഒരു പട്ട ബേ ലീഫ് ഇത് രണ്ടായിട്ടൊന്ന് കയറി ഇടുവാണ്. പിന്നെ അതുകൂടാതെ ഇതിനകത്തേക്ക് ഒരു 2 തക്കോലം, ഒരു പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഇത്രയും ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ഒരു 1/4 ടീസ്പൂണിന് മേലെ പിന്നെ കുരുമുളകിൻ്റെ വലിയ കുരുമുളക് പൊടി, ഞാൻ ഉദ്ദേശിച്ചത് പൊടിക്കാത്ത കുരുമുളക്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ നെയ്യ് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അരി വാർത്ത് വെച്ചേക്കുന്നത് ഇടാൻ പോവുകയാണേ. ഞാൻ റൈസ് ഇടുന്നതിന് മുന്നേ അതിനകത്ത് നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇനി വെള്ളം മാത്രമാണ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഇത് ഞാൻ അരിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഫ്ലെയിം ഹൈയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് പിന്നെ ലോയിലാക്കി വെക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പാതി ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്കൊന്ന് ഇടുക. ഇപ്പം നന്നായിട്ട് തിളച്ചു. ആ ചെറുനാരങ്ങ നീരിട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെക്കുവാണേ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് മൂടി വെച്ചേക്കുവാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇതേ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് ആയി കറക്റ്റ്. ഞാനിത് തുറക്കുവാണ്. കണ്ടോ, റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നെയ്യ് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് കേട്ടോ, സൺഡ്രോപ്പിൻ്റെ ഓയിലാണ് ഇടാൻ പോകുന്നത്. അതും ഒരു 2-3 ടേബിൾ സ്പൂൺ. നെയ്യ് ഇട്ടിട്ടുണ്ട്, ഓയിലും ഇട്ടിട്ടുണ്ട് സൺഡ്രോപ്പിൻ്റെ. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി എന്തായാലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ആദ്യം ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം കേട്ടോ. പിന്നെ ഇടുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞതാണേ. അത് ഇടാൻ പോവാണ്. പിന്നെ ഇടുന്നത് ഒരു 2 ചെറിയ പച്ചമുളക്, ഉണ്ടമുളകായതുകൊണ്ടിട്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. നല്ല എരിവാണ്. അപ്പോൾ അതിടുവാണ് കേട്ടോ. ഇത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഞാനൊരു 2 സവാള കേട്ടോ, ചെറുത്. അതൊന്ന് വഴറ്റുകയാണ്. സവാള ഒന്ന് വഴണ്ടി വന്നാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് ബീൻസാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ പച്ചക്കറി ഇതിൽ കൂടുതൽ ഇടുവാണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്, പക്ഷേ ഇത്തിരി കൂടുതലിടുന്നത് പച്ചക്കറി വിരോധികളാണ് ഇവിടെ ഉള്ള 2 പേര്, എൻ്റെ 2 മക്കൾ. ഇങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 1 കപ്പ് ക്യാബേജ്. ഇത്രയും വേണ്ട, ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടതാട്ടോ. ആവശ്യത്തിന് നമുക്ക് എത്ര പച്ചക്കറി വേണോ അത്ര ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്.
പുക അടിക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. പുകയല്ല, മറ്റേ സ്റ്റീമാണ്. ഇതൊരു 3/4 കപ്പ് പിന്നെ മട്ടറാട്ടോ, ഫ്രോസൺ മട്ടറാണത്. അതും ഒന്ന് വഴറ്റുവാണേ. ഇത് 2 സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഉള്ളിയുടെ ഭാഗമാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിനകത്തേക്ക് ഞാൻ റൈസ് ഇടാൻ പോവാം കേട്ടോ. റൈസ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാനൊരു 3/4 കപ്പ് ക്യാരറ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാട്ടോ, പൗഡറല്ല, ചതച്ചതാട്ടോ. കുറച്ച് ഉപ്പ് കുറവാട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടുവാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. ഇനി ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പട്ടയിൽ അതൊന്ന് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ബേ ലീഫ്, പിന്നെ തക്കോലം, ഇത് രണ്ടും ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്കിത് ഞാൻ ഇറക്കാൻ പോവുകയാണേ. ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ 2 സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണേ. അപ്പം അങ്ങനെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ കേട്ടോ. ഇതാ അങ്ങനെ വെജ് ഫ്രൈഡ് റൈസ് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പനീർ ബട്ടർ മസാലയാട്ടോ. കണ്ടോ, ഇതും നല്ല ടേസ്റ്റാട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ എനിക്ക് പറയാനുള്ളത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.